السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. ഭാഗം 11. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് പരിശുദ്ധമായ ഉഹുദിൻ്റെ സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു, മഹാനായ ഖതാദത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു സാധനമുണ്ട്. ഇതെന്താണ് ഖതാദ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. സുബ്ഹാനല്ലാഹ്, ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത് ശത്രുവിൻ്റെ അമ്പ് തറച്ച് കണ്ണങ്ങനെ പൊരിഞ്ഞ് കയ്യിൽ വന്നിരിക്കുന്നു. ചില റിപ്പോർട്ടിൽ കവിളിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ കാണാം. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കണ്ണിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്തിട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖതാദ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഖതാദ, കണ്ണ് പോയല്ലേ, സാരല്ല, നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖതാദ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നു, സുബ്ഹാനല്ലാഹ്, സ്വർഗം വലിയ അള്ളാഹുവിൻ്റെ വലിയ ഒരു ഔദാര്യമാണ് നബിയെ, സ്വർഗം എനിക്ക് വേണം, എനിക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി തങ്ങൾ ദുആ ചെയ്യണം. അതുകൊണ്ട് സ്വർഗം ഒരിക്കലും എനിക്ക് നഷ്ടപ്പെട്ടുകൂടാ, അത് വലിയൊരു അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വർഗം എനിക്ക് നിർബന്ധമായി വേണം. ആ സ്വർഗത്തിന് വേണ്ടി ഇന്നൽ ജന്നത ലജസാഉൻ ജസീൽ വഅതാഉൻ ജലീൽ, സ്വർഗം വലിയ മഹത്വമായ ഗിഫ്റ്റാണ് അള്ളാഹുവിൻ്റെ, അതെനിക്ക് നിർബന്ധമായി വേണം. അതിനുവേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അതേ സമയത്ത് ഞാൻ അടുത്ത് കല്യാണം കഴിഞ്ഞ പുതിയാപ്പിളയാണ്. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട, എന്നെയും വലിയ ഇഷ്ടപ്പെടുന്ന ഒരു ഭാര്യയാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോൾ കണ്ണില്ലാത്തവനായി ഞാൻ വീട്ടിലേക്ക് എത്തിയാൽ എൻ്റെ ഭാര്യ എന്നെ വെറുക്കുമോ എന്നുള്ളൊരു പേടിയും എനിക്കുണ്ട്. അവർക്ക് എന്നെ കാണുമ്പോൾ വലിയൊരു വിഷമം തോന്നണ്ട. അതുകൊണ്ട് എനിക്ക് കണ്ണ് ശരിപ്പെടുത്തി കിട്ടണമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെയും അങ്ങോട്ട് സന്തോഷിപ്പിക്കുക, ഭാര്യ ഭർത്താവിനെയും ഇങ്ങോട്ട് സന്തോഷിപ്പിക്കുക, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ആശയമാണ്. എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും യുദ്ധം കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ ഇടയ്ക്ക് പറയും, നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ കുളിച്ച് നല്ല ഫ്രഷായി പോകണം, വീട്ടിലേക്ക് കയറുമ്പോൾ മിസ്വാക്ക് ചെയ്ത് കയറണം, കാരണം നിങ്ങളെ കാണുന്ന ഭാര്യമാർക്ക് നിങ്ങളെ നല്ല ഇഷ്ടപ്പെടണം. അതേ സമയത്ത് ഭാര്യമാരോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ചമഞ്ഞിരിക്കണം, അവർക്ക് നിങ്ങളെ കാണുമ്പോൾ അവർക്കും ഇഷ്ടപ്പെടണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിലുള്ള ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ആശയമാണ്. ഈ ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നബിയെ, ഞാൻ പുതിയാപ്പിളയാണ്, ഈ അടുത്ത് കല്യാണം കഴിഞ്ഞ ആളാണ്. അതുകൊണ്ട് ഞാൻ കണ്ണില്ലാത്തവനായി വീട്ടിലേക്ക് എത്തുമ്പോൾ ഭാര്യയ്ക്കൊരു വിഷമം വേണ്ട, എന്നെ വലിയ ഇഷ്ടപ്പെടുന്ന, ഞാനും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന വലിയൊരു സ്നേഹത്തിലിരിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടേത്. അതുകൊണ്ട് കണ്ണൊന്ന് ശരിയായി കിട്ടണമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ച ഏതൊരു കാര്യം ഒരിക്കലും അത് ഖായിബാവുകയില്ല, മടക്കപ്പെടുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കണ്ണിനെടുത്ത് കയ്യിൽ ആ കണ്ണുള്ള സ്ഥലത്തിൽ വെച്ചുകൊണ്ട് തടിക്ക് കൊടുത്തുകൊണ്ട് അല്ലാഹുമ്മക്സിഹാ ജമാല, പടച്ചവനെ, ഈ കണ്ണിനെ നല്ല ഭംഗിയുള്ള കണ്ണാക്കണം, ഒരു കുറവുമില്ലാത്ത നല്ല ശുദ്ധമായ എല്ലാ കാഴ്ചയുള്ള എല്ലാ കാഴ്ചയുടെ ശക്തിയും നൽകപ്പെട്ട കണ്ണാക്കണമെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് അവിടെ വെച്ച് തടകി കൊടുക്കുന്നു. ആ കണ്ണ് സുബ്ഹാനല്ലാഹ് പിൽക്കാലത്ത് പിന്നീട് ഒരിക്കലും മരണം വരെ ആ കണ്ണിന് ഒരു ചെറിയൊരു രോഗം പോലും വന്നിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു അത് വിസ്മരിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്.
ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് മടക്കി കിട്ടുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖതാദ റളിയല്ലാഹു അൻഹുവിന് ദുആ ചെയ്യുന്നു. പടച്ചവനെ, ഖതാദക്ക് നീ സ്വർഗം കൊടുക്കണേ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്നു. ഇതാണ് ഖതാദ റളിയല്ലാഹു അൻഹു മകൻ ഒരിക്കൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മുമ്പിൽ ഖതാദ റളിയല്ലാഹു അൻഹു മകൻ പാടിയതാണ് أنا ابن الذي سالت على الخد عينه فردت بكف المصطفى أحسن الرد فعادت كما كانت لأحسان حالها فيا حسن ما عين ويا طيب ما يدي ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു മകൻ പാടുകയാണ്, ഞാൻ ആരെന്നറിയോ, എൻ്റെ ബാപ്പയുടെ കണ്ണാണ് നഷ്ടപ്പെട്ടപ്പോൾ ഉഹുദിന്റെ സമയത്ത് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകൊണ്ട് മടക്കപ്പെട്ടത്. സുബ്ഹാനല്ലാഹ്, എന്തൊരു ഭംഗിയായ കണ്ണായിരുന്നു ആ കണ്ണ്, എന്തൊരു ഭംഗി, എന്തൊരു പവിത്രമായ കൈയായിരുന്നു ആ പവിത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ എന്ന് പാടിയപ്പോൾ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്, തിൽക്കൽ മകാരിമുല കഅബാനി മിൻ ലബനിൻ ശിബാ ബിമാഇൻ ഫആദ ബഅദ അബ്വാല. ബഹുമാനപ്പെട്ട മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ മഹത്വം പറയണ്ട, ആ കൈയിൻ്റെ മഹത്വം പറയണ്ട, അതൊന്നും ഒരു അളവ് പാല് അളക്കും പോലെ ഒരു പാത്രത്തിൽ അളക്കപ്പെടേണ്ടതല്ല, അതൊന്നും ധാരാളമാണ്. ഒരു പാലിൻ്റെ പാത്രത്തിൽ അളക്കുന്നത് പോലെ അളക്കപ്പെടുന്ന മഹത്വങ്ങളല്ല. ആ മഹത്വം പറഞ്ഞു തീർക്കാൻ ആർക്കും സാധ്യമല്ല. അത് ഒന്നിൻ്റെ പിറകെയായി ഇങ്ങനെ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്ന ഖിയാമത്ത് നാൾ വരെ അത് വന്നുകൊണ്ടിരിക്കുന്ന മക്കാരിമുകളാണ്. ആ മക്കാരിമുകൾ, ആ മഹത്വങ്ങൾ, ആ മുജ്സത്തുകൾ, ആ മദദുകൾ, ആ സഹായങ്ങൾ എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മറുപടി പറയാൻ, ഇതാണ് റഹ്മത്തുർ റസൂൽ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റഹ്മത്ത് ഞങ്ങൾക്ക് ഈ ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാകട്ടെ. ആമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.